പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ഡിസംബർ 19 വരെയാണ് സമ്മേളനം. നിർണായക പ്രാധാന്യമുള്ള 12 ബില്ലുകൾ സമ്മേളന കാലയളവിൽ അവതരിപ്പിച്ചേക്കുമെന്നതാണ് വിവരം. ആണവ വൈദ്യുതി പദ്ധതികളിൽ സ്വകാര്യ പങ്കാളിത്തം അനുവദിക്കുന്ന ആണവോർജ ബില്ലാണ് ഇതിൽ പ്രധാനം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും ലേബർ കോഡും ഉയർത്തി പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധം ഉയർത്തിയേക്കും. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട്. രാജേഷ്, എന്തായാലും പാർലമെന്റ് ശൈത്യകാല സമ്മേളനത്തിന് ഇന്നു മുതൽ തുടക്കം കുറിക്കുകയാണ്. ഡിസംബർ 19 വരെ ഈ സമ്മേളനം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. എന്തായാലും പ്രതിപക്ഷം ശക്തമായ രീതിയിലുള്ള ചില ആവശ്യങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾക്ക് ഒരുങ്ങുക എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് രാജേഷേ? രേണുക, പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ഇന്ന് ആരംഭിക്കുമ്പോൾ നിരവധി ബില്ലുകൾ ഇന്ന് സർക്കാർ അവതരിപ്പിക്കാനുള്ളൊരു സാധ്യത തെളിയുകയാണ്. ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ദേശീയപാത ബിൽ, ആണവോർജ ബിൽ തുടങ്ങിയ നിരവധി ബില്ലുകൾ ഈ ശൈത്യകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കാം എന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു. അതേസമയം തന്നെ കഴിഞ്ഞ വർഷകാല സമ്മേളനം തടസ്സപ്പെടുത്തിയ SIR അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉന്നയിക്കാനുള്ള സാധ്യതയും ഇന്ന് കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന സർവകക്ഷി യോഗത്തിൽ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് സർക്കാരിനോട് പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡൽഹി സ്ഫോടനം, വായുമലിനീകരണം, പുതിയ ലേബർ കോഡ്, അതുപോലെ തന്നെ വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുതന്നെ ഇന്ന് നടക്കുന്ന ശൈത്യകാല സമ്മേളനത്തിൽ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്താനുള്ള ഒരു സാധ്യതയും തെളിയുന്നുണ്ട്. അതുപോലെ തന്നെ വന്ദേ ഭാരതത്തിൻ്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക ഒരു ചർച്ച, ഈ വിഷയത്തിൽ ചർച്ച ഉണ്ടാകുമെന്നും ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പാർലമെന്റ് കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ നേതൃത്വത്തിൽ ഒരു സർവകക്ഷി യോഗം ചേർന്നത്. 36 പാർട്ടിയിലെ 50-ലധികം നേതാക്കളായിരുന്നു ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഈ സർവകക്ഷി യോഗത്തിലാണ് ഈ ഡൽഹി സ്ഫോടനം, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, പുതിയ ലേബർ കോഡ്, ഡൽഹിയിലെ വായുമലിനീകരണം തുടങ്ങിയ വിഷയങ്ങൾ പാർലമെന്റിൽ ഒരു ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാത്തത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനും വിമർശനത്തിനും കാരണമായിട്ടുണ്ട്. പ്രധാനമായും ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള MPകളെല്ലാം ഇതിൽ ഒരു വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. നിലവിൽ ഇപ്പോൾ 19 വരെ നടക്കുന്ന ഡിസംബർ 19 വരെ നീളുന്ന സമ്മേളനം സമീപകാലത്തെ ഏറ്റവും ചെറിയ സമ്മേളനമാണ് എന്നതും എടുത്ത് പറയേണ്ടതാണ്. ഇതിനെതിരെ പ്രതിപക്ഷം വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പാർലമെന്റിന്റെ വിശ്വസ്തതയെ അല്ലെങ്കിൽ സർക്കാർ എത്രത്തോളം പാർലമെന്റിനോട് അടുപ്പം പുലർത്തുന്നു എന്നതാണ് ഈ ചെറിയ കാലയളവിലുള്ള ശൈത്യ സമ്മേളനം എന്നാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഉന്നയിക്കുന്ന ഒരു കാര്യം. എന്നാലും പാർലമെന്റ് ശൈത്യകാല സമ്മേളനം ഇന്ന് ആരംഭിക്കുമ്പോൾ ഈ ദില്ലി സ്ഫോടനം, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, പുതിയ ലേബർ കോഡ് അടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും സമ്മേളനത്തിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കാത്തതും വലിയൊരു വിമർശനത്തിന് കാരണമായി എന്നതാണ് രേണുക. ശരി, വ്യക്തമാണ് രാജേഷ്.